ഹായ് ഫ്രണ്ട്സ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ടിഫിനായിട്ട് രാവിലെ കൊടുത്തു വിടുന്നത് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകുന്നതിന് ഒരു മടിയും കാണില്ല. അപ്പോൾ നമ്മൾ ഡെയിലി വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലുള്ള ഐറ്റംസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിൽ പോകുന്നതിനും അതുപോലെ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് രാവിലെ നമുക്ക് 5 മിനിറ്റ്സ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇതിലൂടെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, ഈ സോസ് മാത്രം മതി. ടിഫിൻ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കാലിയായിട്ടായിരിക്കും നമ്മുടെ കുട്ടികൾ കൊണ്ടുവരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമാകും. വളരെ എളുപ്പവുമല്ലേ തയ്യാറാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു 4 മുട്ട വെച്ച് ഒരു 13 ലോലിപോപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 മുട്ട കുക്കറിൽ നിന്ന് പുഴുങ്ങിയെടുക്കുക. ആ സമയത്ത് തന്നെ നമുക്ക് ഇതിനുള്ള ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പം ഞാനിപ്പോൾ കുക്കറിൽ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പീലറിൽ അതാണ്ട് ഈ രീതിയിൽ നന്നായിട്ടൊന്ന് ചീകിയെടുക്കണം. ഈ രീതിയിൽ പൊടിപൊടിയായിട്ട് ചീകിയെടുക്കുക. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ചെറിയ സവാള പൊടിപൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 സ്പൂൺ ഇഞ്ചി, ഒരു 2 പച്ചമുളക്. ഇനി ഇതിനകത്ത് ഒരുപാട് മസാലയൊന്നും ചേർത്ത് കൊടുക്കണ്ട. അതിനായിട്ട് നമുക്കൊരു 1/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു കളറിന് വേണ്ടി ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഐറ്റം 4 സ്പൂണ് മൈദയാണ്. അപ്പം ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 4 സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് മൈദ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ആ മുട്ടയുടെ ടേസ്റ്റ് ആയിരിക്കണം നമുക്ക് നിൽക്കേണ്ടുന്നത്. അപ്പോൾ ഒരു 4 സ്പൂണ് മൈദയും ചേർത്ത് കൊടുത്ത് ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് ഇതുപോലെ ഗോളുകളാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഗോളുകളാക്കി നമ്മൾ 4 മുട്ട ഒരു 13 ഗോളാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് ഗോളുകളാക്കി എടുക്കുക. ഇനി നമുക്ക് 2 മുട്ടയുടെ ആവശ്യമുണ്ട്. നമ്മുടെ ഈ ഗോളെല്ലാം ഒന്ന് മുക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 2 മുട്ടയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനൊരു 4-5 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡ് നമ്മൾ മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് മോള് വന്നെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുവാണ്. അവളിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടിയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ ഗോളൊന്ന് നമ്മുടെ മുട്ടയിലോട്ടൊന്ന് മുക്കുക. അതിനുശേഷം നമ്മുടെ ക്രംസിനകത്തോട്ട് മുക്കുക. അങ്ങനെ നമ്മുടെ ഗോളെല്ലാം ബ്രെഡ് ക്രംസിൽ മുക്കി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ ഇതൊന്ന് റെഡിയാക്കി വെക്കണേ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നോരോന്ന് റെഡിയാക്കുന്ന സമയത്ത് ഒരെണ്ണം മൂത്തും ഒരെണ്ണം മൂക്കാതെയും പോകും. അതുകൊണ്ട് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഇതുപോലെ ചൂടെണ്ണയിലോട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം. പക്ഷെ നമ്മൾ എണ്ണ ഒരുപാട് ചൂടിലോട്ട് എടുത്തിട്ടില്ല, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ ഗോളുകളാക്കി നന്നായിട്ട് മുരിച്ചെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു കറികൾ വെക്കുമ്പോൾ അതിന് വീട്ടിലുള്ളവർ തന്നെ ഒരു അഭിപ്രായം പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പം നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുപോലെ കമൻ്റായിട്ട് പറയണം. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ല. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.